നാഴികയ്ക്ക് 40 വട്ടമല്ല വി ഡി സതീശൻ എന്ന കോൺഗ്രസ് നേതാവ് വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ വാക്കുണ്ട്. ഞാൻ അധികാരത്തിന്റെ കോൺഗ്രസിന്റെ നാവായി ഞാൻ മാറിയപ്പോ സമുദായ ധ്രുവീകരണമോ അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഗ്രൂപ്പിസമോ കോൺഗ്രസിൽ ഇല്ലാതായി എന്നുള്ളത്. കോൺഗ്രസിൽ ഗ്രൂപ്പിസം ഇല്ലാതാക്കി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ടേക്ക് എന്ന് എല്ലാ സമയത്തും മുഖ്യധാരാ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ സതീശന് അനുകൂലികളും സാക്ഷാൽ സതീശനും നേർക്ക് നേർ നിന്ന് പറഞ്ഞത് എത്രയാ നമ്മൾ കേട്ടേക്കുന്നേ. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചയിൽ എവിടെയോ പോയി മറഞ്ഞു എന്ന കിംവദന്തി പരത്തിയ ഗ്രൂപ്പ് സമവാക്യങ്ങളുണ്ടല്ലോ, കാറ്റിൽ കൊടുങ്കാറ്റായി ഇങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ പടർന്നു പന്തലിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്താ ഏറ്റവും പുതിയ വാർത്ത? കെ സുധാകരനും കെ സിയും കെ സി ഗ്രൂപ്പുകൾ ഒന്നിക്കുന്നു വി ഡി സതീശനെ വെട്ടാൻ എന്നുള്ളതാണ്. കണ്ണൂരിലെ തന്റെ വീട്ടിൽ ഡൽഹിക്ക് പുറപ്പെടും മുമ്പ് കെ സുധാകരൻ കെ സി വേണുഗോപാലിനെ അനുകൂലിക്കാൻ കണ്ണൂരിലെ മുഴുവൻ നേതൃത്വത്തിലുള്ളവരെയും കീഴ്ഘടകങ്ങളിലുള്ളവരെയും വിളിച്ചു വീട്ടിൽ കയറ്റിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ചർച്ചകളാണ് നടത്താൻ പോകുന്നത്. ഏതെല്ലാം രീതിയിലാണ് കെ സി വേണുഗോപാലിനെ അനുകൂലിക്കേണ്ടത്? ഏതെങ്കിലും ഒരു ടേക്കിൽ ഹൈക്കമാൻഡ് കെ സിയെ വെട്ടി ആർ സിയെ വെട്ടി വി ഡിക്ക് അനുകൂലമായി വന്നാൽ ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ അഴിച്ചുവിടേണ്ടത് എന്നുള്ള രീതിയിൽ കോൺഗ്രസ് ധ്രുവീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. സതീശൻ പറയുന്നത് പോലെ ഒന്നും കോൺഗ്രസിന് സംഭവിച്ചിട്ടില്ല. എവിടെയാണോ സതീശൻ ഈ കോൺഗ്രസിന്റെ നേതാവായി മാറിയത്, എവിടെയാണോ അന്ന് കോൺഗ്രസ് ഉണ്ടായിരുന്നത്, അത് തന്നെയാണ് ഇന്നും നടക്കുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസ് ആ പഴയ കോൺഗ്രസ് തന്നെ, ഗ്രൂപ്പിസത്തിലും മതത്തിലും ആടിയുലയുന്ന ഒരു പ്രസ്ഥാനം. യു ഡി എഫിലെ ഏറ്റവും മോശം പാർട്ടി. യു ഡി എഫിലെ ഘടകകക്ഷികളെ കണ്ട് കോൺഗ്രസ് പഠിക്കണമെന്ന് പറയുന്ന കാടടിച്ചിറങ്ങുന്ന സോഷ്യൽ മീഡിയ വാർത്തകൾ എത്രയാ നമ്മൾ കടന്നു പോകുന്നത് ഓരോ ദിവസവും. അത്രമേൽ വലിയ നാണം കെട്ട രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. 102 സീറ്റിന്റെ വിജയം 10 വർഷത്തിന് ശേഷം പൊതുജനം കൊടുത്തിട്ട് ഒരു മണിക്കൂർ പോലും സന്തോഷിക്കാനാവാതെ ധ്രുവീകരിക്കപ്പെട്ടു പോയ കോൺഗ്രസ് ഏത് നേതാവിനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചാലും കാലിടറിയായിരിക്കും, മുട്ട് വിറച്ചായിരിക്കും ഹൈക്കമാൻഡ് അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ തെരുവുകളിൽ നടക്കുന്ന തെരുവ് യുദ്ധം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം കെ സിക്ക് കിട്ടിയില്ലെങ്കിൽ എന്ന ചർച്ച നടത്തുന്നത് ആരാ? സാക്ഷാൽ കെ സുധാകരൻ. ആർക്ക് വേണ്ടിയാ? കെ സി വേണുഗോപാലിന് വേണ്ടി. 100% ആടിയുലയുന്ന കോൺഗ്രസ് 10 വർഷം ഭരിച്ചതിന് ശേഷം 100 കാരണങ്ങളുണ്ട് CPM-നെ പ്രതിരോധത്തിലാക്കാൻ. അവരുടെ തോൽവി ഒന്ന് ചർച്ച ചെയ്യാൻ പോലും മാധ്യമങ്ങൾക്ക് അവസരം കൊടുക്കാതെ തോറ്റ അന്ന് മുതൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയെ പോലെ നാടിന്റെ ജനങ്ങളുടെ പൊതുബോധത്തിന്റെ മുഴുവൻ പഴികേട്ട് കോൺഗ്രസ് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്. അധികാരം കിട്ടിയാൽ അരമണിക്കൂറിനുള്ളിൽ, 12 മണിക്കൂറിനുള്ളിൽ, 24 മണിക്കൂറിനുള്ളിൽ, 10 മിനിറ്റിനുള്ളിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന നേതാക്കളെ എണ്ണാനെടുത്താൽ കൈവിരലോ കാൽവിരലോ കൂട്ടിച്ചേർത്താൽ പോലും എണ്ണിത്തീരില്ല. അത്രയധികം നേതാക്കന്മാരാണ് ഈ രാഷ്ട്രീയ കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് വന്നിട്ട് പറഞ്ഞത് ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ വളരെ പെട്ടെന്ന് ഞങ്ങൾ തിരഞ്ഞെടുക്കുമെന്ന്. ഡൽഹിക്ക് നിരവധി നേതാക്കൾ പോകുന്നു വരുന്നു, രാഹുൽ ഗാന്ധി ഹാലിളകി അവിടെ നിൽക്കുന്നു എന്നുള്ളതുമാണ്.